എം ജയചന്ദ്രൻ, ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന പത്രവാർത്തകളിൽ ഈ സാങ്കേതിക തകരാറുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടാണ് തുക കണക്കാക്കുന്നതിൽ കേന്ദ്രത്തിന് പിശക് പറ്റിയത് എന്ന കേന്ദ്രം മുൻപ് നടത്തിയ ചർച്ചയിൽ കേരളത്തോട് സമ്മതിച്ചിരുന്നു എന്നൊരു വാചകമുണ്ട്. അപ്പോൾ ഈ മാധ്യമങ്ങൾക്കടക്കം അക്കാര്യം അറിയാം. പക്ഷേ ഇത്രയും നാളും ഇവിടെ ഉണ്ടായിരുന്ന വാദം ഇതൊന്നും ആയിരുന്നില്ല. ഇനി തുക നൽകുമ്പോൾ പോലും നോക്കൂ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയം എത്ര കണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ജയചന്ദ്രൻ. അസിത, ഇതൊരു സങ്കീർണമായ പ്രശ്നമാക്കി മാറ്റിയത് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഇവിടുത്തെ പ്രതിപക്ഷമാണ്. അതിൻ്റെ ഈ ഉള്ളുകള്ളികൾ എന്താണ് എന്നുള്ളത് അറിയാൻ വയ്യാതെയാണോ ശ്രീ റോണി കെ ബേബി സംസാരിച്ചത് എന്നെനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ബോധപൂർവം അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്, കോൺഗ്രസ് സ്ഥിരം ചെയ്യുന്ന രീതിയിൽ തന്നെ. കാരണം ഇതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ ഈ പദ്ധതി എന്ന് പറയുന്നത്, നെല്ല് സംഭരണ പദ്ധതി എന്ന് പറയുന്നത് 20 രൂപ 40 പൈസയാണ് 1 കിലോ നെല്ലിന് കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്നത്. 20 രൂപ 40 പൈസ. 7 രൂപ 80 പൈസ സംസ്ഥാന സർക്കാർ ഇതിന് നൽകുന്ന പ്രോത്സാഹനമാണ്, ബോണസാണ്. അങ്ങനെയാണ് 28 രൂപ 20 പൈസ 1 കിലോ നെല്ലിന് കർഷകന് ലഭിക്കുന്നത്. ഈ പണം കൊടുക്കേണ്ടത് ആരാണ്? 20 രൂപ 40 പൈസ കൊടുക്കേണ്ടത് ആരാണ്? അവിടെയല്ലേ ഈ കണ്ണടച്ചിരുട്ടാക്കുന്നത്. ഇത് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നേ. ഇത് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. നിലവിലുള്ള നയപ്രകാരം, നിയമപ്രകാരം, ചട്ടപ്രകാരവും കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഈ നെല്ല് സംഭരണത്തിന് പണം കൊടുക്കേണ്ടത്. പക്ഷെ കൊടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു വഴി ആലോചിക്കുകയും കണ്ടുപിടിക്കുകയും നടപ്പാക്കുകയും ചെയ്തതാണ് PRS വായ്പാ സംവിധാനം. ഈ PRS വായ്പാ സംവിധാനത്തിൽ ബാങ്കുകളാണ് പണം കൊടുക്കുന്നത്. ഇത് നെല്ല് കുത്തി അരിയാക്കി, സപ്ലൈകോ ആണല്ലോ നോഡൽ ഏജൻസി, നെല്ല് കുത്തി മില്ലുകളെ ഏൽപ്പിക്കുന്നു. അവർ കുത്തി അരിയാക്കി തന്ന് അതിൻ്റെ കണക്കുമൊക്കെ ഏൽപ്പിക്കുമ്പോഴേക്ക് 6-8 മാസം വരെ ആകും. അത് കഴിഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ പണം തരുന്നത്. അങ്ങനെ തന്നുകൊണ്ടാണ്ടിരുന്നത്, കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷങ്ങളായി സ്ഥിതി മൊത്തം മാറ്റുകയാണ്. അങ്ങനെ പണം തരുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത്, ഈ ബാങ്കുകൾ ഈ തരുന്ന പണം അങ്ങ് നിർത്തി. സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഒരു കാര്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് പോകാതിരിക്കാൻ കഴിയില്ല. ഈ ബാങ്കുകളെന്ന് പറയുന്നത്, ഇപ്പോൾ നെല്ല് സംഭരിക്കുന്ന ഏറ്റിരിക്കുന്ന ബാങ്കുകൾ SBI ഉണ്ട്, പിന്നെ ഫെഡറൽ ബാങ്ക് ഉണ്ട്, SBI, ഫെഡറൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഈ ബാങ്കുകളെ തീരുമാനിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരൊന്നുമല്ല തീരുമാനിക്കുന്നത്. ഇത് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ ഒരു സമിതിയുണ്ട്, SLBC. ഈ SLBC സംസ്ഥാന സർക്കാരിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നോ, എഴുതിക്ക് നിൽക്കുന്നോ, നിയന്ത്രണത്തിലുള്ളതോ അല്ല. അത് ബാങ്കുകളുടെ ഇൻഡിപെൻഡൻറ്റ് ഒരു ബോഡിയാണ്, അപെക്സ് ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സംസ്ഥാനത്തും അതുണ്ട്. അപ്പോൾ അവർ നിശ്ചയിച്ച് ഇന്ന ബാങ്കുകളെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ എന്ന് സർക്കാരിനെ അറിയിക്കും. ആ ബാങ്കുകൾക്ക് കൊടുക്കാൻ കഴിയും, കർഷകർക്ക് അങ്ങോട്ട് കൊടുക്കാനാണ് സർക്കാർ പറയുക. ഏത്? കൃഷി വകുപ്പ് വഴി പറയുന്നത്, കൃഷി ഓഫീസർ വഴി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പാടി മാർക്കറ്റിംഗ് ഓഫീസ് വഴി പറയുന്നത്. അങ്ങനെയാണ് PRS വരുന്നത്, പാടി മാർക്കറ്റിംഗ് ഓഫീസ് വഴിയാണ് വരുന്നത്. എന്നിട്ട് ഈ പണം കൃത്യസമയത്ത് കൊടുക്കാതാവുമ്പോഴാണ് ഇത് കുടിശ്ശികയാവുന്നത്. ബാങ്കുകൾ ഒരു ടൈം വരെ കൊടുക്കും, 6 മാസം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരാണല്ലോ ഗ്യാരണ്ടി നിൽക്കുന്നത്, പണം അടയ്ക്കുന്ന സംസ്ഥാന സർക്കാരുമാണ്. പക്ഷേ കേന്ദ്രം പണം തരാതെ സംസ്ഥാന സർക്കാർ എവിടെ നിന്ന് കൊടുക്കും? ഇത് അങ്ങനെ വരുമ്പോഴേക്ക് പെൻഡിങ് ആവുന്നു. അങ്ങനെ ഡ്യൂസ് നിരന്തരം വരുന്നു, പെരുകുന്നു, കുടിശ്ശിക പെരുകുന്നു. ഈ കുടിശ്ശിക പെരുകി കിടക്കുന്നതാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്? അസദ് മുമ്പേ ചോദിച്ചതുപോലെ ചില മാധ്യമങ്ങൾ പറയുന്നു, സാങ്കേതിക പിഴവാണത്രേ. സാങ്കേതിക പിഴവാണോ 2019 മുതൽ 2024 വരെയുള്ളത്? ബുദ്ധിമാന്ദ്യമുള്ളവരോട് പോയി പറയാം, അവർ വിശ്വസിക്കും. കൃഷിക്കാർ വിശ്വസിക്കില്ല. കാര്യം അവർ കൃഷിയിൽ പണമല്ല വിതയ്ക്കുന്നത്, നെല്ലാണ് വിതയ്ക്കുന്നത്, വിത്താണ് വിതയ്ക്കുന്നത്. ആ വിത്ത് വിതച്ചിട്ട് അന്തസ്സോടെ സംസ്ഥാന സർക്കാർ അതിന് സംവിധാനം ഉണ്ടാക്കിയിട്ട് അത് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സംവിധാനത്തെ തകർത്ത്, കേന്ദ്രം ബോധപൂർവ്വം ഇടപെട്ട് തകർത്ത്, കുടിശ്ശിക വരുത്തി, ബാങ്കുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച് സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി നാട് മുഴുവൻ തെറി പറയിപ്പിക്കുകയാണ്. ആരെ? സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണത്രേ. കേന്ദ്രം കൊടുക്കാനുള്ള പണത്തിൻ്റെ കണക്ക് പറയണ്ടേ പ്രതിപക്ഷമേ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. എന്തുകൊണ്ട് കേന്ദ്രത്തിനോട് ചോദിക്കുന്നില്ല കോൺഗ്രസ്സേ? ചോദിച്ചാൽ മറുപടിയില്ല. ഇതെല്ലാം പിണറായി വിജയൻ്റെ കുഴപ്പമാണ്.
പിന്നെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ്. ഇങ്ങനെ ചീട്ടുകൊട്ടാരമാണ് കെട്ടിപ്പൊക്കിയിരുന്നത്. ആ കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരമാണ് ഒറ്റ ദിവസം കൊണ്ട് പിന്നെ അടിമുടി അടപടലെ തകർന്നടിയുന്നത്. എങ്ങനെ 2019 കുടിശ്ശികയും കൊണ്ട് അനുവദിക്കുകയാണല്ലോ അതിൻ്റെ ഒരു ഭാഗം. ഇനി ബാക്കി പിന്നാലെ തരാം. ഇത് തന്നെയാണ് കളി. ഈ കളി പിന്നെ ഇവിടെ ചിലവാകാത്തത് എന്താണെന്നറിയോ? സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ഉത്തരേന്ത്യയിൽ കർഷക സമരം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവിടെ ഇതുപോലെ തന്നെ കേന്ദ്രം കൊടുക്കേണ്ട പണം കൃത്യസമയത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് കർഷക സംഘടനകൾ നിരന്തരമായ സമരത്തിലേക്ക് വന്നത്. അത് കോൺഗ്രസ്സിന് അറിയില്ല എന്നുണ്ടോ? ഇടതുപക്ഷ സംഘടനകൾക്കറിയാം. ഈ സമരം രാജ്യത്തെ സമരമായി മാറിയത് ഇടതുപക്ഷ സംഘടനകളുടെ ഇടപെടൽ കൊണ്ടാണെന്ന് അടുത്തിടെ പറഞ്ഞത് ആരാണ്? ജയറാം രമേശാണ് കേട്ടോ. അദ്ദേഹം കോൺഗ്രസ് ഇടതുപക്ഷക്കാരനല്ലല്ലോ. അത് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലാണ് അതിൻ്റെ കാരണം അദ്ദേഹമാണ് പരസ്യമായി പറഞ്ഞത്. അവിടെയും പ്രശ്നം ഇതാണ്. തറവില എന്ന് പറയുന്ന സാധനം അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. കേന്ദ്രം കൃത്യമായ സംഭരണത്തിന് തയ്യാറാവുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സർക്കാർ തന്നെ ഇടപെട്ട് സംഭരിക്കാൻ സംവിധാനം ഒരുക്കുകയും ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് ഈ സംവിധാനം ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. അത് കൊടുത്ത് SLBC അത് തയ്യാറായി. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഇടപെടലിലാണല്ലോ, റിസർവ് ബാങ്കിൻ്റെ കീഴിലാണല്ലോ ബാങ്കുകളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു നിർദ്ദേശം ഇങ്ങോട്ട് വന്നാൽ, കേന്ദ്രത്തിൻ്റെ ധനമന്ത്രാലയത്തിൽ നിന്നോ ഒക്കെ ഒരു നിർദ്ദേശം വന്നാൽ സ്വാഭാവികമായും അനുസരിക്കുന്ന സ്ഥിതി ഉണ്ടാകും ബന്ധപ്പെട്ട ബാങ്കുകളുടെ നേതൃത്വത്തിന്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പോകാത്തതാണ്, അറിയാത്തത് കൊണ്ടല്ല കേട്ടോ. കൃത്യമായി അതിൻ്റെ ഭാഗങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയാത്തതൊന്നും അല്ലെന്ന് ഇക്കാര്യങ്ങളൊക്കെ. ഇത് കോൺഗ്രസ്സിന് രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കുകയാണ്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഈ സിബിൽ സ്കോറിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ സിബിൽ സ്കോറിൻ്റെ ഒന്നും കാര്യം ഇഷ്യൂ വരേണ്ട ഒരു പ്രശ്നവുമില്ല എന്ന്. സിബിൽ സ്കോർ എന്തിനാണ് ഇതിൻ്റെ അകത്ത്? കേന്ദ്രം കൊടുക്കാനുള്ള പണം അവധി വെക്കാതെ കൃത്യമായി ഈ 6 മാസം, ഇപ്പോൾ ശ്രീ റോണി കെ ബേബി പറഞ്ഞ 6 മാസം വെച്ചോളൂ, ആ കണക്ക് തന്നെ വെച്ചോളൂ താങ്കൾ. 6 മാസം വേണ്ട, 8 മാസം വെക്കൂ. 8 മാസം കഴിയുമ്പോൾ കൊടുക്കണ്ടേ? എന്തിനാണ് കുടിശ്ശിക ഇടുന്നത്? ആ കുടിശ്ശിക ഇടുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണല്ലോ ബാങ്കുകൾ വീണ്ടും പണം കൊടുക്കാത്തത്. അതിനാണ് ചോദ്യം ഉയരേണ്ടത്. മറുപടി ബാങ്കുകൾ തരേണ്ടതല്ല, ഇവിടെ കേന്ദ്ര സർക്കാരാണ് തരേണ്ടത്. അപ്പോൾ ബാങ്കുകൾ സ്വല്പം ഒന്ന് പുറകോട്ട് ചവിട്ടും. ആ ചവിട്ടിപ്പിടുത്തമാണ് നമ്മൾ കണ്ടത്. അതാണ് കർഷകൻ്റെ പ്രസാദിൻ്റെ ആത്മഹത്യയിൽ, തകഴിയിലെ കുന്നുമേലെ പ്രസാദിൻ്റെ ആത്മഹത്യയിൽ കണ്ടത് അതാണ്. അതിന് പകരം അത് പറയാതെ ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ താല്പര്യം വെച്ച് മാത്രം ഇക്കാര്യത്തിനെ വിശകലനം ചെയ്യുന്ന ആ രീതി കർഷക വിരുദ്ധം എന്ന് മാത്രം പറഞ്ഞാൽ അങ്ങനെ ഒതുക്കാൻ കഴിയുന്നതല്ല. കേരള വിരുദ്ധം എന്ന് തന്നെ അടിവരയിട്ട് പറയേണ്ട നടപടിയാണ് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 2019-24 ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം, ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന കാര്യവും.